സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള 1ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത്, വില്ലേജ്, പാസ്പോർട്ട്, മോട്ടോർ വാഹന സേവനങ്ങൾ, +1 ഡിഗ്രി രജിസ്ട്രേഷനുകൾ, പോലീസ് ക്ലിയറൻസ്, ഗ്രാന്റ് സ്കോളർഷിപ്പുകൾ, ക്യാമറ ഫൈൻ, പോളി അഡ്മിഷൻ, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു. ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം, ചേലക്കര. ഫോൺ 8078053725 9048663725. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പറമ്പിലെ മരമുറി വിവാദം വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത്. റൈറ്റ് വിഷൻ പുറത്തുവിട്ട വാർത്തയ്ക്ക് പിന്നാലെയാണ് കോൺഗ്രസിന് പുറമെ ഇപ്പോൾ മുസ്ലിം ലീഗും പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് സർക്കാരിലേക്ക് ദാനമായി നൽകിയ ഭൂമിയിൽ നിന്നും ഒരു മാനദണ്ഡവുമില്ലാതെ മരം മുറിച്ച് കടത്തിയതെന്നും സ്ഥലത്തുണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റിയതെന്നും മുസ്ലിം ലീഗ് ആരോപിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ റോഡ് പുനർനിർമ്മാണവും ലൈഫ് മിഷൻ ഭവന പദ്ധതിയും ഉൾപ്പെടെയുള്ള വികസനങ്ങൾ തികഞ്ഞ പരാജയമാണെന്നും പ്രത്യക്ഷ സമരവുമായി മുസ്ലിം ലീഗ് രംഗത്തിറങ്ങുമെന്നും ചെറുതുരുത്തിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി.എ. അബ്ദുൽ കരീം, വൈസ് പ്രസിഡന്റ് CKM അഷറഫ്, ജോയിന്റ് സെക്രട്ടറി NA ഇബ്രാഹിം എന്നിവർ പറഞ്ഞു. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതി ഭരണത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആവശ്യം. നമുക്കറിയാം, അടുത്ത കാലത്ത് നടന്നു വന്ന വിവാദം പഞ്ചായത്തിലെ ശ്രാമ്പിക്കൽ വീട്ടിൽ പത്മനാഭൻ നായർ എന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും പഞ്ചായത്തിന് ദാനമായി നൽകിയ 36 സെൻറ് സ്ഥലത്ത് പാവപ്പെട്ട ആളുകൾക്ക് വീട് വയ്ക്കാൻ വേണ്ടി നൽകിയ 36 സെൻറ് സ്ഥലത്ത് ഉണ്ടായിരുന്ന വലിയ മരത്തടികളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പഴയ കെട്ടിടവും പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ തീരുമാനമെടുക്കാതെ അത് ലേലത്തിൽ വയ്ക്കാതെ യാതൊരു നടപടികളും സ്വീകരിക്കാതെ തീർത്തും ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി മുറിച്ചു വിൽക്കുന്ന, കെട്ടിടം പൊളിച്ചു വിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുപോയത്. നമുക്കറിയാം, ഒരു ഭരണസമിതി തീരുമാനമെടുക്കുകയും ആ തീരുമാനം പിന്നീട് ലേലത്തിൽ വെക്കുകയും ലേലം കൊട്ടേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പൊതുസ്ഥലത്തുള്ള സംഗതികൾ പൊളിച്ചു മാറ്റലോ അല്ലെങ്കിൽ മുറിച്ചു വിൽക്കുകയോ നടത്തുക. അത്തരം മാനദണ്ഡങ്ങളൊന്നും സ്വീകരിക്കാതെയാണ് വള്ളത്തോൾ പഞ്ചായത്ത് ഭരണസമിതി ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അഭിപ്രായം. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു, ബ്ലാങ്കായി പറഞ്ഞു, ഞങ്ങളങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായിരുന്ന ആളുകളാണ്. ഒരു കെട്ടിടം പൊളിക്കണമെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ നടത്തണം. ആ വാല്യുവേഷൻ അനുസരിച്ച് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഈ സാധനം വരും. പഞ്ചായത്ത് ഭരണസമിതി എന്ത് ചെയ്യണം? അതിൽ തീരുമാനം എടുക്കണം. അത് ലേലം വെക്കണോ കൊട്ടേഷൻ വെക്കണോ എന്നുള്ളത്. എന്നതിന് ശേഷം ഇത് ലേലം കൊട്ടേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ആർക്കാ നിശ്ചയിച്ചതിന് ശേഷം അതിൻ്റെ ദ്രവ്യം കെട്ടിയതിന് ശേഷമാണ് ഇത് സാധനം പോവുക. ഇതൊന്നും നടക്കാതെയാണ് സാധനം ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തിയല്ലല്ലോ, പഞ്ചായത്ത് ഭരണസമിതിയല്ലേ, ഒരു വ്യക്തിയല്ല. അതിലൊരാർക്കും കൈകാൻ പറ്റില്ല. പഞ്ചായത്ത് ഭരണസമിതിയാണ്. ഒരു ഭരണസമിതി ഒരു തീരുമാനം എടുക്കാതെ എങ്ങനെയാണ് ഒരു പഞ്ചായത്തിൻ്റെ വസ്തു വിൽപ്പന നടത്തുക?